മധുരത്തിലും മധുരത്തിൻ്റെ ആകൃതിയിലും തർക്കം നടത്താൻ കഴിയില്ലല്ലോ. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകൂ, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവർ പറയുന്നത് ദീന് എന്നാൽ മഅ്മൂറാത്തിൻ്റെ ഇംതിസാലും മൻഹിയാത്തിൻ്റെ ഇജ്തിനാബും മാത്രമാണ് എന്നാണ്. അതേ നബി കൊണ്ടുവന്നിട്ടുള്ളൂ, അപ്പോൾ അത് മാത്രമേ ദീനുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വഴിപ്പെടലും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലും കഴിഞ്ഞാൽ അത് ദീനായി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് മാത്രമാണ് ദീൻ എങ്കിൽ പിന്നെ ദീൻ കൊണ്ടുവന്ന ആളുടെ വില എന്താണ്? മഅ്മൂറാത്തായ കാര്യങ്ങൾക്ക് ഇതാഅത്ത് ചെയ്യുക, മഅസിയത്തായ കാര്യങ്ങളിൽ നിന്ന് ഇജ്തിനാബായി മാറി നിൽക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം ഇവർ പറയുകയാണ്, ഇപ്പം എന്താ ഇവർ പറയുന്നത്? ഇതേ ദീനുള്ളൂ, അതിൻ്റെ അപ്പുറം ദീനില്ല. ഈ രണ്ട് കാര്യമേ നബി കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന്. അപ്പം നബിയോ? നബി എന്ന ഒരാൾക്കൊരു വില ഉണ്ടല്ലോ, അതെന്താ? എടാ കുട്ടി, ദബാമിൽ നിന്ന് ബാപ്പ 2 പെട്ടി കൊണ്ടുവന്നു എന്ന് സങ്കല്പിക്കുക. അപ്പം ആ 2 പെട്ടിയാണോ കാര്യം? ആ 2 പെട്ടി കൊണ്ടുവന്ന ബാപ്പാൻ്റെ വില എന്താ? മനുഷ്യൻ, നീ എത്ര വലിയ വിഡ്ഢിയാവുകയാണ്. ദമാമിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ബാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 2 പെട്ടി കൊണ്ടുവന്നു. ബാപ്പാക്ക് അവിടുന്ന് കിട്ടിയ 2 പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 2 പെട്ടിയാണോ ബാപ്പയുടെ വില? ഇത് ബാപ്പ കൊണ്ടുവന്നതാണ്, ശരി, അതിന് വിലയുണ്ട്. പക്ഷെ ബാപ്പയുടെ വിലയോ? 2 തരം കുടുംബങ്ങളുണ്ട്. ഒന്ന്, അവർ പെട്ടിക്ക് വില കൽപ്പിക്കും. ബാപ്പ ക്ഷീണത്തിൽ വന്നിട്ട് ഉറങ്ങിയാൽ ഉറക്കണീക്കുന്നതിന് മുമ്പ് അവർ പെട്ടി പൊളിച്ചിട്ട് അവർ സാധനങ്ങളൊക്കെ കയ്യിലാക്കിയിട്ടുണ്ടാവും. വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് പെട്ടി വിഷയം തന്നെയല്ല. പിന്നെ അവർക്ക് എന്താ വിഷയം? പെട്ടി വിഷയമല്ല എന്ന് പറഞ്ഞാൽ വിഷയമല്ല എന്നല്ല, പെട്ടിയിലുള്ള കാര്യം വിലപ്പെട്ടത് തന്നെ. പക്ഷേ അവർ ബാപ്പയാണ് അവരെ മർമ്മം. ആ പെട്ടിക്ക് വിലല്ലേ? ഉണ്ട്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി കിട്ടിയത് നമ്മെ ഏൽപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇത് കൊണ്ടുവന്ന പുണ്യ റസൂലിന് വിലയില്ലേ? എന്താണ് കുട്ടികളെ നിങ്ങൾ ഇത് ചിന്തിക്കാത്ത? അപ്പോൾ പുണ്യ റസൂലിന് വിലയില്ലേ? മാ താക്കും എന്നതിന് വിലയുണ്ടെങ്കിൽ മന്നതാക്കും എന്നതിന് വിലയില്ലേ? മാ താക്കും എന്നത് നിങ്ങൾ പിടിക്കണം. മാ അതാക്കുമിന് വില ഉണ്ടെങ്കിൽ മൻ അതാക്കും എന്നതിന് വില ഉണ്ടല്ലോ. നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, ആ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് വിലയുണ്ടാകുമ്പോൾ ഏൽപ്പിച്ച ആൾക്ക് വിലയില്ലേ? ഇവിടെ ഭൂമിയിൽ ഇത് ഏൽപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് സയ്യിദുനാ ജിബ്രീൽ. വർക്കപ്പോൾ ഒരു ഉദാഹരണം, ആ ഒരു ഉദാഹരണത്തിൽ ഞാനത് പറയാം. സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ ജിബ്രീൽ ഇത് ഏൽപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് സയ്യിദുനാ ജിബ്രീൽ. ഒരു സംഘം ആളുകൾ പറഞ്ഞു, ജിബ്രീലിനെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ജിബ്രീലിനെ ഞങ്ങൾ വില വെക്കൂല, ജിബ്രീലിനെ ഞങ്ങൾ പരിഗണിക്കുകയില്ല, ജിബ്രീലിനെ ഞങ്ങൾ വില വെക്കുകയില്ല. ജിബ്രീൽ മാറ്റിവെച്ചാൽ പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടോളാം, ഞങ്ങൾക്ക് ജിബ്രീലിനെ ഇഷ്ടമില്ല എന്ന് ഒരു സംഘം മുശ്രിക്കുകൾ പറഞ്ഞു മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുശ്രിക്കുകൾ മുത്തുനബിയുടെ കാലത്ത് പറഞ്ഞ ഒരു വാക്കാണ്, ഞങ്ങൾക്ക് ജിബ്രീലിനെ ഇഷ്ടമില്ല, ജിബ്രീൽ കൊണ്ടുവന്നത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല. എന്താണ് ഖുർആന്റെ മറുപടി? ഖുർആന്റെ മറുപടി, ജിബ്രീൽ പോകട്ടെ, നിങ്ങൾ ജിബ്രീലിനെ വിട്ടള, നിങ്ങൾ കൊണ്ടുവന്നൊന്ന് സ്വീകരിക്കാൻ നോക്കി, ജിബ്രീൽ പോട്ടെ എന്നല്ലല്ലോ മറുപടി. പിന്നെന്താ മറുപടി? മൻകാന അദുവൻ ലിജിബ്രീൽ, മൻകാന അദുവൻ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. ജിബ്രീലിന് ഒരാൾ ശത്രുവായാൽ അവന് ദീനില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്നാമി പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിപ്പോൾ പറയുന്നത് കുറച്ച് നിസ്കാരം നോമ്പും അത് സ്വീകരിക്കുക, കള്ളുകൂടി വ്യഭിചാരം പോലത്തത് മാറ്റി ഒഴിവാക്കി വെക്കുക, ഇതാണ് ദീനെന്ന്. അത് പിടിക്കാൻ വേണ്ടി നമ്മൾ നിത്യജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഏൽപ്പിച്ചതാണ്.
അപ്പൊ ഇതൊക്കെ ഇവിടെ ഏൽപ്പിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക് മുഅ്മിനെ, ചിന്തിക്കണം ചിന്തിക്ക്. ഇതെല്ലാം കെട്ടിപ്പൂട്ടിയിട്ട് ഇതിന്റെ പൂർണ്ണത വരുത്തിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു അല്ലാഹു തആല. എന്ന് പരിശുദ്ധ ഹിജ്റയുടെ 10ാമത്തെ കൊല്ലത്തിലെ ദുൽഹജ്ജ് മാസത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ വേളയിൽ ഇതെല്ലാം കെട്ടിപ്പൂട്ടി നമ്മളെ ഏൽപ്പിച്ചു. ഇതാണ് ദീന്. ഇതിൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, 5 ഹുക്കുമുകൾ അടക്കമുള്ള ദീനിന്റെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു ജല്ല ജലാലായ സുബ്ഹാൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ നിങ്ങൾക്ക് ദീനെ പൂർത്തിയാക്കി തന്നു. ഇതിലുള്ള വാജിബാത്ത്, ഇതിൽ മൻഹിയാത്ത്, ഇതിൽ മുഹറമാത്ത്, മക്രൂഹാത്ത്, മസ്നൂനാത്ത് നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഇത് ദുൽഹജ്ജ് 9 മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുത്തു, നമ്മെ ഏൽപ്പിച്ചു. കഴിഞ്ഞു എന്നാ കഴിഞ്ഞില്ല. എല്ലാ മുഹറമാത്ത്, മൻഹിയാത്തും, മഅ്മൂറാത്ത്, വാജിബാത്ത്, മസ്നൂനാത്ത്, മന്ദൂബാത്ത് മുഴുവനും സ്വീകരിക്കേണ്ടതും വിരോധിക്കേണ്ടതും എല്ലാം നമ്മളെ കയ്യിൽ കെട്ടിപ്പൂട്ടി ഏൽപ്പിച്ചതിന് ശേഷം അടുത്ത മാസം അല്ലാഹു തആല നമുക്ക് പറഞ്ഞ ആയത്ത് എന്താ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എന്താ അത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എല്ലാം കെട്ടിപ്പൂട്ടി നിങ്ങളെ ഏൽപ്പിച്ചു. ദീന്, ഇതാണ് ദീന്, പൂർത്തിയാക്കി തന്നു. എന്നാൽ പിന്നെ നമ്മളോട് പറയാം അടുത്ത മാസം ഇറങ്ങാൻ ആയത്ത് എന്ത്? ലഖദ് ജാഅക്കും റസൂലും. എന്നാൽ റസൂലിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം. റസൂൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ, വർക്കബറ മുഹമ്മദ് മുസ്തഫ. ഇതിന്റെ പുറത്തല്ലേ കുട്ടി പറഞ്ഞ്? ഇതത് പിറ്റേ മാസമാണല്ലോ പറഞ്ഞ്. ഇതൊക്കെ കഴിഞ്ഞാൽ അദ്ദമ്മ മാത്രം കൂടിയാൽ പോരാ, റസൂലിന്റെ കാര്യം ശ്രദ്ധിക്കണം. മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഈ നിസ്കാരം നോമ്പിന്റെ മാത്രം മേൽ കൂടിയാൽ പോരാ, നിങ്ങൾ റസൂലിനെ ശ്രദ്ധിക്കണം. എന്ത്? എന്നിട്ട് ആ റസൂലിന് സിഫത്തോട് സിഫത്താണ് പറഞ്ഞു. ആ ആയത്ത് മൊത്തം സിഫത്താണ്. ആരുടെ? റസൂലിന്റെ. ഒന്ന് ഉറക്കെ പറ. റസൂലിന്റെ, മുത്ത റസൂലിന്റെ സിഫത്തുകളാണ്. എന്താണ് ഈ മുത്ത റസൂൽ? ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂലുൻ, ഒരു മഹാനായ റസൂല്, മിൻ അൻഫുസിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു റസൂല്. ഒരുപാട് അർത്ഥമുണ്ട് അതിനൊക്കെ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾക്കൊരു ക്ലേശം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയൂല. നിങ്ങൾക്കൊരു ക്ലേശം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കൊരു പ്രയാസം വരുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നത് ആ റസൂലിന് സഹിക്കാൻ കഴിയുകയില്ല. ആ റസൂലിന്റെ കാര്യം നിങ്ങൾക്കറിയും. ആ റസൂലിന് നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പയേക്കാൾ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ ക്ലേശിക്കുന്നത് ആ റസൂലിനെ സഹിക്കുകയില്ല. അങ്ങനെയുള്ള റസൂലാണ്. നിങ്ങൾക്കറിയുമോ? വല്ലാഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ. നിങ്ങൾക്ക് എമ്പാടും സമ്മാനം തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം മഹാനായ സയ്യിദുനാ ജിബ്രീൽ ഭൂമിയിൽ എത്തിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇതേ അസീസുൻ അലൈഹി മാ അനിതുമിന്റെ ഒരു വ്യാഖ്യാനാണ്. ആയത്ത് കൊണ്ടുള്ള വ്യാഖ്യാനാണ് പറഞ്ഞത്. ആയത്ത് കൊണ്ട് വ്യാഖ്യാനം. എന്തേ മുത്ത് മുഹമ്മദ് മുസ്തഫ ഉടനെ പറഞ്ഞത്? സയ്യിദുനാ ജിബ്രീൽ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിനോട് നിങ്ങൾ തിരിച്ചു ചെന്നാൽ പറയുക, വലാ അല്ലാ
വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിൽ കടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന് പുണ്യ റസൂൽ. ഉറക്കപ്പറ പുണ്യ റസൂൽ. നിങ്ങളെന്താണ് ജനങ്ങളെ, നിങ്ങൾ റബീഉൽ അവ്വലിൽ മൗലിദ് നടത്താത്ത പള്ളി എന്ത് പള്ളിയാണോ?